അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു നല്ലൊരു സദസ്സിൽ രാവിലെ തന്നെ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഇവിടെ ഇരിക്കുന്നതിന് വ്യത്യസ്തമായി ഇന്ന് മറ്റൊരു ചടങ്ങിനും കൂടിയും സാക്ഷിയാകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ബിസ്മിയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കണം. അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും നമ്മൾ നന്ദി കാണിക്കണം. ഈ ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകാനാണ് ബിസ്മി എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ഒരു പുസ്തക പ്രകാശനം, ശുക്ർ എന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പ്രകാശനം. ശുക്ർ അഥവാ നന്ദി. ഈ പുസ്തകം വായിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമുക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ കൗൺസിലർ ശ്രീ റഹ്മത്തുള്ള സാഹിബാണ്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, കാരണം ഇവിടെ വിവിധങ്ങളായ പരിപാടികൾ നടക്കുമ്പോഴൊക്കെ ഓടി വന്ന്, എന്ത് തിരക്കിനിടയിൽ ഓടി വന്ന് നമ്മോട് കൂടെ നിൽക്കുന്ന, നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അതിനുശേഷം നമുക്ക് ഉത്ബോധനം നൽകുന്നത്, നമുക്കറിയാം, എല്ലാ ആഴ്ചയും നമുക്ക് എന്ത് ബുദ്ധിമുട്ടിനിടക്കും ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് നമുക്ക് ഉത്ബോധനം നൽകുന്ന മൊയ്തീൻകുട്ടി മൗലവിയാണ്. മൊയ്തീൻ മൗലവി, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ഓരോ പ്രവർത്തകരെയും, ഞങ്ങളുടെ എല്ലാ സഹോദരന്മാരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരലും ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, സാലിഹ അമലെ സ്വീകരിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബഹുമാന്യനായ കൗൺസിലർ റഹ്മത്തുള്ള സാഹിബിനെ ക്ഷണിക്കും. ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മർ ഡോക്ടറെയും ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഈ പ്രസ്ഥാനത്തിന് നെടുനായകത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട ഈ ജീവകാരുണ്യ കേന്ദ്രത്തിൻ്റെ ജിയോ ആയുസും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട ബഷീറാക്ക, പ്രിയപ്പെട്ട മൊയ്തീൻകുട്ടി മാസ്റ്റർ, പ്രിയപ്പെട്ട റഹീമാക്ക, ഉൾക്കൊള്ളുന്ന ഈ സംഘാടക അണിയറ പ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും മഹത്തായ ഒരു ചടങ്ങിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ഒരു 20% ബഷീറാക്കാക്ക് ഈ ജീവിതയാത്രയിലുടനീളം കിട്ടിയ അനുഭവത്തിൻ്റെ ഒരു വിവരണമാണെങ്കിൽ 80% വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളിൽ നിന്നുള്ള നേർക്കാഴ്ചകളാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒരു വാക്കാണ് ശുക്ർ, നന്ദി എന്നുള്ളത്. ഇന്ന് നമ്മൾ സമസ്ത മേഖലയിലും പരതി നോക്കുമ്പോൾ മനുഷ്യന് കാണാൻ കിട്ടാത്ത അല്ലെങ്കിൽ അനുഭവവേദ്യമാക്കാൻ സാധിക്കാത്ത വരുന്നതും നന്ദി എന്ന് 2 വാക്കാണ്. നന്ദിക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു മുസൽമാൻ്റെ തുടക്കം മുതൽ അന്ത്യം വരെയുള്ള ജീവിതത്തിൻ്റെ പ്രയാണത്തിൻ്റെ സമയത്ത് നന്ദിയോടുകൂടി മാത്രമേ ഒരു മനുഷ്യൻ പെരുമാറാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായി ലോകത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു ആശയത്തിൻ്റെ പിൻപറ്റുന്ന ആളുകളാണ് നമ്മളൊക്കെ. ആരോടാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒരു മനുഷ്യൻ നന്ദി കാണിക്കേണ്ടത് തൻ്റെ സൃഷ്ടാവിനോടാണ്. സൃഷ്ടാവിനോട് നന്ദി കാണിക്കാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്ന കാലഘട്ടത്തിൽ നഷ്ടക്കാരനിൽ പെടുമെന്ന് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളിലുണ്ട്. നന്ദി മനുഷ്യൻ കാണിക്കേണ്ടതായിട്ടുള്ള രംഗങ്ങളെക്കുറിച്ചും
നന്ദി കാണിക്കേണ്ട ബാധ്യതയെക്കുറിച്ചുമൊക്കെ ഈ പുസ്തകത്തിനകത്ത് വിവരിക്കുന്നുണ്ട്. നന്ദി എന്ന വാക്ക് തിരികെ പിടിക്കേണ്ടത് ഓരോ മുസൽമാൻ്റെയും കടമയാണ്. എങ്ങനെയാണ് മാതാപിതാക്കളോട് നന്ദി കാണിക്കേണ്ടത്? ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ഒരു പ്രവാചകനോട് ഒരു അനുരജൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ആളാണ്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നയാളാണ്, ഞാൻ ഹജ്ജ് ചെയ്തയാളാണ്, എനിക്ക് സ്വർഗാവകാശം ലഭിക്കുകയില്ല എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് സ്വർഗാവകാശം ലഭിക്കും, നീ മാതാപിതാക്കളോട് നന്ദി കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ്. അപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ച് ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു മുസൽമാൻ ജീവിതത്തിൽ പുലർത്തി പോരേണ്ടതായിട്ടുള്ള നന്മയുടെ ഏടുകളിലെ മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ചാലും മാതാപിതാക്കളോട് നന്ദി കാണിക്കാഞ്ഞാൽ അവൻ സ്വർഗാവകാശിയല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം. അപ്പോൾ മാതാപിതാക്കളോട് എത്രത്തോളം നന്ദി കാണിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യങ്ങളും എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറേണ്ടത്, ഒരു മകൻ പെരുമാറേണ്ടത്, ഒരു മകൾ എങ്ങനെ പെരുമാറണം, സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, നമ്മുടെ ഗുരുക്കന്മാരോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ അർത്ഥതലങ്ങളിലും മനുഷ്യൻ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നന്ദിയുണ്ട് എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും നന്ദിയുണ്ട്. നന്ദിയില്ലാതെ, നന്ദി പ്രകടമാക്കാതെ മനുഷ്യൻ്റെ ആയുസ് ഒടുങ്ങി തീരാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളിൽ ഒരുപാട് സമയം നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക എന്ന് എത്രയോ തവണ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളുണ്ട്. എത്രയോ തവണ നമ്മൾ അത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നന്ദിക്ക് അത്രത്തോളം പ്രസക്തിയുണ്ട്. ഇന്ന് ഇവിടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ബിസ്മിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ടതായിട്ടില്ല. ബിസ്മി ഒരു ആശ്വാസ കേന്ദ്രമാണ്. നേരത്തെ എന്തേ ഈ മനുഷ്യൻ്റെ ദൗത്യം എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യൻ്റെ ദൗത്യങ്ങളിൽ ഒരുപാട് തലങ്ങളുണ്ട്. ഇങ്ങനെ സംഘടിപ്പിച്ച് കുറേ ആളുകൾക്ക് ഇതിൻ്റെ ആശ്വാസം നൽകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒരു മനുഷ്യൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളത്, അതിനവസരം കിട്ടുക എന്നുള്ളത്. അങ്ങനെ ആ ദൂരീകരണത്തിന് അനുഭവവേദ്യമാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും മികച്ച കാര്യമാണ്. ഇങ്ങനെ ഒരു കാരുണ്യ കേന്ദ്രം ഇവിടെ രൂപീകരിച്ച് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമേകുന്ന ഒരു കേന്ദ്രമാണിത്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇവിടൊക്കെ അങ്ങ് കാണുന്നതാണ് സക്കാത്ത് സെൽ, പെൻഷൻ, ഗൈഡൻസ് സെല്ല്, ഐ കെയർ, ലൈബ്രറി, രജിസ്ട്രേഷൻ, ഇങ്ങനെ പോവുക. ഇങ്ങനെ കാണുമ്പോൾ എനിക്കത് ഓർമ്മ വരുന്ന ഒരു സർക്കാർ സംവിധാനമായിട്ടാണ് ഓർമ്മ വരുന്നത്. എങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത്? അതിലും മെച്ചപ്പെട്ട രീതിയിൽ എല്ലാ തലങ്ങളിലും മനുഷ്യന് കൈപിടിച്ചുയർത്തേണ്ടവരെ കൈപിടിച്ചുയർത്തുകയാണ് ഈ ബിസ്മി ചെയ്യുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് ഈ 9 എന്ന അക്ഷരം 8 അടിച്ചൊരു കഥയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും. 8 അപേക്ഷിച്ച് 9 വലിയവനാണ്. 9 8 അടിച്ചു. സ്വാഭാവികമായിട്ടും 8 അടി കൊണ്ടു. കാരണം 8 ചെറിയവനാണ്. അടിക്കാനുള്ള കപ്പാസിറ്റി, ശേഷി 9 അടിക്കാനുള്ള ശേഷി 8 അപ്പോൾ 8 എന്ത് ചെയ്തു? 7 അടിച്ചു. 7 ചെറുത് 7 അടിച്ചു. 7 എന്ത് ചെയ്തു? 6 അടിച്ചു. 6 5 അടിച്ചു. 5 4 അടിച്ചു. 4 3 അടിച്ചു. 3 2 അടിച്ചു. 1 അടിക്കാൻ ആരും, കാരണം 0 0ത്തിന് മൂല്യമില്ല അല്ലേ? 0ന് ഒറ്റയ്ക്ക് 0 നിൽക്കുമ്പോൾ ഇല്ല. അതാണ് നമ്മൾ വട്ടപ്പൂജ എന്ന് പറയുന്നത്. നീയൊരു വട്ടപ്പൂജയാണെന്ന് പറയാം നമ്മൾ. കാരണം അതിന് മൂല്യമില്ലാത്തൊരു സാധനം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. അപ്പോൾ ഒന്നിങ്ങനെ ആലോചിക്കുക, എന്താ ഇപ്പോൾ ചെയ്യുക? 0ത്തിന് മൂല്യമില്ലാത്ത സാധനമാണ്, ഞാൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. പകരം 1 എന്ത് ചെയ്തോരോ? 0 ചേർത്ത് നിർത്തിയപ്പോൾ 10 9 നാട്ടിൽ വലിയവനായിട്ട് 10 മാറി. അതുപോലെയാണ് ഈ പ്രിയപ്പെട്ട ബിസ്മി. ചേർത്ത് നിർത്തി സഹജീവികളുടെ പ്രയാസം മനസ്സിലാക്കി അവർക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബിസ്മിയുടെ പ്രവർത്തനം. ഇനിയും റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ വരുന്ന ആളുകൾക്കുള്ള അവിടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനുള്ള എല്ലാ ശേഷിയും
ഇവർക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ പുസ്തകം ബഷീറാക്കാൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. കൈവിട്ടു പോയ അല്ലെങ്കിൽ മറന്നുപോയ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഓർത്തെടുക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അത് ഓർത്തെടുത്ത് നന്മയുടെ പാതയിൽ നമുക്കൊക്കെ ജീവിതാവസാനം വരെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഉദ്ഘാടനം ചെയ്താൽ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. ബഹുമാന്യരെ, പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകം ശുക്ർ എന്ന പേരിൽ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകം ഇൻഷാ അല്ലാ നിങ്ങളുടെ കൈകളിലേക്ക് ഉടനെ എത്തുന്നത്. ആ പുസ്തകം കൃത്യമായി നിങ്ങൾ വായിക്കണത്, കൃത്യമായും ആ പുസ്തകം നിങ്ങൾ വായിക്കണം. ഞാൻ അതുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ കൈകളിൽ എത്താൻ പോകുന്ന ആ പുസ്തകം ബിസ്മി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും ഘനപ്പെട്ട എല്ലാ പുസ്തകവും നല്ല പുസ്തകം തന്നെയാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായി ഏറ്റവും ഘനപ്പെട്ട, ഏറ്റവും മൂല്യവത്തായ ഒരു പുസ്തകമാണ് ശുക്ർ എന്ന പുസ്തകം. അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിക്കണം. എന്താണ് അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ട ശുക്ർ, ആ ശുക്റിനെ സംബന്ധിക്കുന്ന മഹത്തായ പുസ്തകം. ഏതായാലും ഞാൻ അവിടെ വെച്ച് അതേപ്പറ്റി ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യം മാത്രം. ഷാഇർ അൽ ബന്നാൻ ഇബ്ൻ മുൻദിർ എന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം എഴുതിയ ഖൽബുൽ ഉമ്മ എന്ന കവിത, ആ കവിതയുടെ ആശയമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഉമ്മാൻ്റെ ഹൃദയം. നമ്മുടെ മക്കളൊക്കെ തെണ്ടിപ്പോയാൽ, അതായത് കുരുത്തം കെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആ കവിത നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് ദുർനടപ്പുകാരനായ യുവാവ് കടം മേടിക്കാൻ വേണ്ടി നാട്ടിലെ ഒരു ധനാഢ്യൻ്റെ വീട്ടിലെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു ധനാഢ്യൻ, വലിയൊരു മുതലാളിൻ്റെ വീട്ടിലെത്തുക. എന്നിട്ട് ആ മുതലാളിൻ്റെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തോട് പണം കടം ചോദിക്കുക. ആ പണം കടം ചോദിക്കുന്ന നേരത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആവശ്യമുള്ളത് ഞാൻ തരാം, പക്ഷേ എനിക്ക് ഒരാവശ്യമുണ്ട്, അത് ഈ തീർത്ത് തരണം എന്നാണ് പറയുന്നത്. മുതലാളി പറയുന്നത് എന്താണ്? എൻ്റെ ആവശ്യം നീ തീർത്ത് തരണം, അതെനിക്ക് നിർവഹിച്ച് തരണം, എന്നാൽ ഞാൻ നീ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരാം എന്നാ പറയുന്നത്. അപ്പം ഈ കുട്ടി സാംഘൂതം ശ്രദ്ധിച്ച് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് കേൾക്കുക. അപ്പോൾ പറയുന്നത്, നീ ചോദിച്ച പണം ഞാൻ നിനക്ക് തിരിച്ചു തരണമെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഹൃദയം എനിക്ക് വേണമെന്നാണ് പറയുന്നത്. ഉമ്മാൻ്റെ ഖൽബ്, അതാണ് ഖൽബുൽ ഉമ്മ എന്ന ഈ പാഠത്തിന്, ഈ കവിതയ്ക്ക് തന്നെ പേരിട്ടത്. ഉമ്മാൻ്റെ ഖൽബ്. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ആ പാഠം വായിച്ച ആളുകളുണ്ടായേക്കാം. ആ ഖൽബുൽ ഉമ്മ എന്ന പാഠം ഈ കൂട്ടത്തിൽ വായിച്ചവരുണ്ടായേക്കാം, പഠിച്ചവരുണ്ടായേക്കാം. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ആ കുട്ടി ചോദിച്ച പണത്തിന് പകരമായി ഈ മുതലാളി ചോദിക്കുന്നത്, എനിക്ക് നിൻ്റെ ഉമ്മാൻ്റെ ഖൽബ് വേണം എന്നാണ്. ഇത് കേൾക്കേണ്ട താമസം. ആ പടുവിഡ്ഢി വീട്ടിലേക്ക് ഓടുകയാണ്. എന്നിട്ട് വീട്ടിലെത്തി മുന്നും പിന്നും നോക്കാതെ, അക്കാലം വരെ അവനെ സംരക്ഷിച്ച ഉമ്മയാണ് എന്ന് പോലും പരിഗണിക്കാതെ ഉമ്മാൻ്റെ നെഞ്ച് കുത്തിപ്പിളർത്തി ഉമ്മാൻ്റെ കരൾ പറിച്ചെടുത്ത് അവൻ ഓടുകയാണ്. ആ ഉറ്റി വീഴുന്ന ആ രക്തത്തുള്ളികളോടെ ചിന്തിക്കണം നമ്മൾ. അങ്ങനെ ഓടവേ
വഴിയിൽ അവൻ വീണു പോകുന്നു. ആ ഓട്ടത്തിൻ്റെ ആ സ്പീഡിൽ, ആ ധൃതിയിൽ അവന് വീണ് പോവുക. വീണ് ആ സമയത്ത് അവൻ്റെ കയ്യിൽ നിന്നും ആ കരൾ നിലത്തു വീണു, പൊടി പുരണ്ടു. അന്നേരം ആ കരളിൽ നിന്ന്, അല്ലെങ്കിൽ ആ കരൾ സംസാരിക്കുന്നു. എന്താണ് ആ സംസാരം എന്നല്ലേ? മോനെ, നിനക്ക് നൊന്തോ? നീ വീണിട്ട് നിനക്ക് വേദനിച്ചോ എന്നാ ചോദിക്കുന്നത്. ഉമ്മാൻ്റെ കരളാണ്. അതാണ് ഉമ്മ. ഉമ്മാൻ്റെ കരളാണ്. ആ കരളിൽ നിന്നും ഉയർന്നു വന്ന ആ വാക്ക്, മോനെ നീ വീണ് നിനക്ക് വേദനിച്ചോ എന്നാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മഹാനായൊരു കവി എഴുതിയ ചില വരികൾ, അതാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. നാദാഹു ഉമ്മുൽ ഖൽബ്, നാദാഹു ഖൽബുൽ ഉമ്മി വഹുവ മുഅഫ്ഫറുൻ വലദി ഹബീബി ഹൽ അസ്വാബക മിൻ ളറർ. മോനെ, നിനക്ക് വല്ലതും കിട്ടിയോ? അല്ല, നിനക്ക് വല്ലതും സംഭവിച്ചോ? നീ വീണപ്പോൾ നിനക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുന്ന, വിങ്ങി വിങ്ങി ചോദിക്കുന്ന ആ ഖൽബ്, അതായത് ആ ഉമ്മാൻ്റെ ഹൃദയം. ഇതാണ് ഉമ്മ, ഇതാണ് ഉമ്മ. എന്നാൽ നമ്മുടെ മക്കളുടെ അവസ്ഥ, നമ്മുടെ കൽബ് പോലും, നമ്മുടെ ഹൃദയം പോലും പറിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നിൻ്റെ മക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ പരിധിയിൽ കവിഞ്ഞ് ഒരിക്കലും നമ്മൾ സ്നേഹിച്ചുകൂടാ, പരിധി വിട്ട് സ്നേഹിച്ചുകൂടാ. എന്നാൽ അവരെ ശാസിക്കേണ്ടയിടത്ത് ശാസിക്കണം, ഉപദേശിക്കേണ്ടയിടത്ത് ഉപദേശിക്കണം. എന്നാൽ സ്നേഹിക്കേണ്ടയിടത്ത് അവരെ സ്നേഹിക്കണം. എല്ലാം ഒരുപോലെയായിരിക്കണം. വെറും സ്നേഹം മാത്രം കൊടുത്ത് ശാസിക്കേണ്ടയിടത്ത് ശാസിക്കാതെ, ഉപദേശിക്കേണ്ടയിടത്ത് ഉപദേശിക്കാതെ വിട്ടുകഴിഞ്ഞാൽ അവർ നാളെ പിറ്റേന്ന് നമ്മുടെ ഹൃദയം പറിച്ചെടുക്കുന്ന, നമ്മുടെ മാനം കളയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ നമ്മളെ എത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്ന ഒരു പാഠം. അതോടൊപ്പം വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കൾ, നമ്മുടെ യുവതലമുറ മാതാപിതാക്കളെ അസ്വസ്ഥരാക്കുന്ന കാലഘട്ടമാണെന്ന്. മാതാപിതാക്കളെ അസ്വസ്ഥരാക്കുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ, കയ്യിൽ കാശില്ലെങ്കിൽ ഉമ്മാൻ്റെ കരൾ പോലും പറിച്ചെടുക്കാൻ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കൾ കയ്യിൽ കാശില്ലെങ്കിൽ ഉമ്മാൻ്റെ കരൾ പോലും പറിച്ചെടുക്കാൻ, അമ്മയുടെ കരൾ പോലും പറിച്ചെടുക്കാൻ അവർ മുന്നോട്ട് വരും എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് മക്കളെ എങ്ങനെ വളർത്തണം, അവിടെ പോക്ക് എങ്ങോട്ടാണ്, അവരുടെ വരവ് എങ്ങോട്ടാണ്, ആരാണ് അവരുടെ കൂട്ടുകാർ എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ബാധ്യത ഓരോ ഉമ്മായ്ക്കും, ഓരോ വാപ്പയ്ക്കും, ഓരോ അമ്മയ്ക്കും, ഓരോ അച്ഛനുമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർക്കാതെ പോയാൽ, നാളെ പിറ്റേന്ന് എൻ്റെ ഉമ്മാൻ്റെ കരൾ തന്നാൽ ഞാൻ നിനക്ക് നീ ആവശ്യപ്പെട്ട പണം തരാം എന്ന് പറയുമ്പോൾ മദ്യത്തിൻ്റെ ലഹരിയിൽ നമ്മുടെ കൽബ് പറിച്ചെടുക്കാൻ പോലും നമ്മുടെ മക്കൾ തയ്യാറാകും എന്ന പാഠമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കുക. അപ്രകാരം അമ്മത്തൊട്ടിലിൽ നിന്ന് അനാഥാലയത്തിലെത്തിയ കുഞ്ഞുമോള്, ഒരു കൊച്ചു പെൺകുട്ടി, അവൾക്ക് അവളെ അമ്മേനെ കാണണം, ഉമ്മാനെ കാണണം. പക്ഷേ ആ 4 കെട്ട് ചുമരിനുള്ളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. പക്ഷേ ഒരിക്കൽ ആ കുട്ടി ആ 4 കെട്ടിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ ലക്ഷ്യമെന്താ? ആ കുഞ്ഞുമോളുടെ ലക്ഷ്യമെന്താണ്? ഉമ്മയെ കാണുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. എങ്ങനെയാണ് അവൾ അവിടെ എത്തിപ്പെട്ടത്? ആർക്കറിയാം? അമ്മത്തൊട്ടിലൂടെയാണോ, അതല്ല മറ്റേതെങ്കിലും വഴിയിലൂടെയാണോ? അതൊന്നും അവൾക്കറിയില്ല. അവൾക്ക് ബോധം വെച്ച നാൾ തൊട്ട് അവൾ ആ അനാഥാലയത്തിൻ്റെ 4 കെട്ടിനുള്ളിലാണ്, അവിടെ തളച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാ കുട്ടികൾക്കും അമ്മമാരുണ്ട്,
പല അമ്മമാരും അവിടെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ അമ്മ വരുന്നില്ല, എൻ്റെ ഉമ്മ വരുന്നില്ല. അപ്പോൾ ആ കുട്ടി അവിടെ നിന്നും ഒരു പഴുത് കിട്ടിയപ്പോൾ രക്ഷപ്പെട്ട് അവൾ തേടുന്നത് ആരെയാ? അവിടെ അമ്മയെയാണ്. അങ്ങാടിയിലൂടെ അവൾ അന്വേഷിക്കുന്നത് അവൾ അമ്മയെയാണ്. അവൾ ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നതല്ലേ? റഅയ്തു ഫീ അസ്രി യൗമിൻ طفلا بحال غريبا يبكي حزينا فاتحمي منه الدموع سكيبا فقال لما رآني أريد أمي حبيبا فقال لما رآني أريد أمي حبيبا. ഒരു പക്ഷേ നിങ്ങളൊക്കെ ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇതിൽ ചിലരെങ്കിലും ഓർമ്മയുണ്ട്? ആർക്കെങ്കിലും 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികൾ ആരെങ്കിലും? അറബി പാഠപുസ്തകത്തിൽ ഉള്ള ഒരു കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. നേരത്തെ ചൊല്ലിയ കവിത അത് നേരത്തെ 10ാം ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കവിതയാണ്. എന്താണ് ആ കുട്ടി ആവശ്യപ്പെടുന്നത്? എനിക്കെൻ്റെ ഉമ്മാനെ വേണം, എനിക്കെൻ്റെ ഉമ്മാനെ കാണണം. നിങ്ങൾ കണ്ടോ എൻ്റെ ഉമ്മാനെ? നിങ്ങൾ കണ്ടോ എൻ്റെ ഉമ്മാനെ എന്ന് ചോദിക്കുന്ന ഒരു കുഞ്ഞ്. കാരണം അവളുടെ ജീവിതത്തിൽ അവളെ ഉമ്മാനെ കണ്ടിട്ടില്ല, കണ്ടതായി ഓർമ്മയില്ല. അവൾ എത്തിപ്പെട്ടത് ആ കുഞ്ഞുനാളിലെ അവൾ എത്തിപ്പെട്ടത് എവിടെയാണ്? അമ്മ തൊട്ടിലിൽ നിന്നും എത്തിപ്പെട്ടത് ആ അനാഥാലയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ആണ്. അങ്ങനെയുള്ള ആ കുഞ്ഞിന് അമ്മ എന്ന ബോധം വന്നപ്പോൾ അവൾ ആവശ്യപ്പെടുന്നത് എനിക്കെൻ്റെ ഉമ്മാനെ കാണണമെന്ന. എന്നാൽ ഇത് കേട്ടുകൊണ്ട്, ഈ കവിത കേട്ടുകൊണ്ട്, ഈ ഉമ്മാനെ ചോദിക്കുന്ന ഈ ചോദ്യം കേട്ടുകൊണ്ട് ഒരാൾ ആ കുഞ്ഞിനെ സമീപിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ. സഅൽതുഹു ബിഹ്തിമാമിൻ അന്നാ വഅൈന തുഖീമു വഖീല തബ്ഗി മുഹാലൻ വഇന്ന ഹാദാ യതീമു. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്താ മോളെ നീ ആവശ്യപ്പെടുന്നത്? എവിടെയാണ് നിൻ്റെ ഉമ്മ? എവിടേക്കാണ് നിൻ്റെ ഉമ്മ പോയത്? നിന്നെ വിട്ട് എവിടെ പോയി? അപ്പോൾ അവൾ പറയുന്നത് എന്താണ്? എനിക്കറിയില്ല കേട്ടോ, അത് മുഹാലാണ്, എനിക്കറിയില്ല. എൻ്റെ ഉമ്മാനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു അനാഥിയാണ്. ഞാൻ അനാഥിയാണ് എന്നാണ് ആ കുഞ്ഞ് പറയുന്നത്. അങ്ങനെയുള്ള ചുറ്റുപാടുകൾ ഇന്ന് നമുക്കിടയിൽ ധാരാളമായി വർദ്ധിച്ചു വരിക, ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് പറയാനുള്ളത് വകുല്ലി യൗമിൻ തുനാദി ഉരീദു ഉമ്മി ഹബീബാ വകുല്ലു യൗമിൻ തുനാദി ഉരീദു ഉമ്മി ഹബീബാ. ഓരോ ദിവസവും എൻ്റെ ഉമ്മ എവിടെയാ എന്ന് ചോദിച്ചു ആ അങ്ങാടിയിലൂടെ തെണ്ടുന്ന ആ കുഞ്ഞുമോള്, അവളുടെ മുഖം ഒരു പക്ഷേ പലപ്പോഴും അതുപോലെയുള്ള മുഖങ്ങൾ ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ അങ്ങാടികളിലൊക്കെ അപൂർവമായെങ്കിലും കണ്ടേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്രമാത്രം നമ്മുടെ നാട് പിഴച്ചുപോയ ഒരു കാലഘട്ടമാണ്. ഈ പിഴച്ചുപോയ ഈ കാലഘട്ടം ആ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മൾ ഓരോ ആളുകളും അതിനായി ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോ ആളുകളും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നേരായ സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ പാതയിലേക്ക് നയിക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണേ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന, ദിനം പ്രതി നമ്മൾ പ്രാർത്ഥിക്കുന്ന 5 തവണയല്ല, 17 തവണയല്ല, നിർബന്ധമായും 17 തവണ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന്. എന്നാൽ 17 അല്ല, അതിലപ്പുറം സുന്നത്തായ കർമ്മങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന്. അങ്ങനെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് നമ്മുടെയൊക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന വചനത്തിൻ്റെ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് നമുക്കാർക്കെങ്കിലും അറിയോ?
എന്നെ നീ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് നയിക്കണമെന്ന ആ വാക്യം, ആ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമസ്കാരത്തിൽ കൈകെട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് എന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് എന്നെ നയിക്കണേ റബ്ബേ എന്ന പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ചിന്ത. ആ ഒരു ചിന്തയാണ് നമുക്ക് അത്യാവശ്യമായി വേണ്ടത്. ആ ഒരു ബോധമാണ് വേണ്ടത്. അത് എന്താണ് ആ മുസ്തഖീമായ വഴി, എന്താണ് ആ മുസ്തഖീമായ മാർഗം, എന്താണ് ആ നേരെ ചൊവ്വായ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വയുള്ള ശരിയായ മാർഗം, ശരിയായ വഴി എന്നാണ് ഇതിനർത്ഥം. ആ വഴി എന്താണ്? അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരായ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ, അംബിയാക്കൾ, മുർസലുകൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, അതുപോലെയുള്ള സജ്ജനങ്ങളായ ആളുകൾ, അത്തരം ആളുകളുടെ മാർഗത്തിൽ, നിന്റെ കോപത്തിന് നിന്റെ പാപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, നിന്റെ പാപത്തിനും നിന്റെ കോപത്തിനും ഇരയായവരുടെ മാർഗത്തിലല്ല, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. അപ്പോൾ നല്ല സജ്ജനങ്ങളുടെ മാർഗത്തിൽ എന്നെ നീ അണിനിരത്തണേ എന്ന് നമ്മൾ നിരന്തരം 17 തവണ ഫറലായി നിർബന്ധമായും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതിലടങ്ങിയിരിക്കുന്ന ആശയം ഇതാണ് എന്ന് നമുക്കാർക്കറിയാം. അതുകൊണ്ട് ആ ആശയം നമ്മൾ അറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ ദുആ എന്ന് അർത്ഥം കൂടിയുണ്ട്. സൂറത്ത് ദുആ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രാർത്ഥനകൾ നമസ്കാരത്തിലെ ആവട്ടെ ഏതൊരു സന്ദർഭങ്ങളിലാകട്ടെ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത് സൽപാന്താവിലേക്ക് എന്നെ നയിക്കണേ എന്ന്. നമസ്കാരാനന്തരം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വഴിവിട്ടു പോകുന്ന സഞ്ചാരം, വഴിവിട്ട് സഞ്ചരിക്കുന്ന സഞ്ചാരക്കാരാണ് ഇന്ന് നമ്മുടെ ആണായാലും പെണ്ണായാലും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ പ്രൗഢിയും പത്രാസും, അതായത് നല്ല നല്ല ചുറ്റുപാടിൽ നല്ല രീതിയിൽ മക്കനെയൊക്കെ ധരിച്ച് കൈയൊക്കെ ഫുള്ളായി ഒക്കെ ഇട്ട് അങ്ങനെ തന്നെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നീട് ഈ കുട്ടീൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറില്ല. ആൺകുട്ടികളെ അവസ്ഥ അങ്ങനെ തന്നെ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ അല്പം കണ്ണു കൊടുക്കണം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഇവിടെ സംസാരിച്ച് വെച്ച വളരെ ചുരുക്കി ഞാൻ വിവരിച്ച ആ വിവരണത്തിൽ നമ്മുടെ മക്കളൊക്കെ പെട്ടുപോകും. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ്, പിഴച്ച കാലഘട്ടത്തിലാണ്, നശിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് ഓർമ്മ വേണം. പക്ഷേ ഒരിക്കലും തന്നെ കാലത്തെ നമ്മൾ പഴിക്കാൻ പാടില്ല. കാലം നല്ലതാണ്, കാലം എന്നും നല്ലതാണ്. പക്ഷേ ആ കാലത്തെ നശിപ്പിക്കുന്നതും പിഴപ്പിക്കുന്നതും നമ്മളാണ് എന്നതുകൊണ്ട് ആരാണ് പിഴച്ചവർ? നമ്മളാണ് പിഴച്ചവർ. അതുകൊണ്ട് പിഴക്കരുത് നമ്മൾ ഒരിക്കലും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, പടച്ച തമ്പുരാൻ്റെ മാർഗത്തിൽ, ദൈവം തമ്പുരാൻ്റെ മാർഗത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ കുടിയിരുത്തുക, നമ്മുടെ മനസ്സിനെ കുടിയിരുത്തുക. അതാണ് ഈ അവസരം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സമയം ഒരുപാടായി. ഏറെക്കുറെ ഏറ്റവും നല്ല സുന്ദരമായ, ഏറ്റവും സുന്ദരമായ ഒരു പ്രസംഗം തൊട്ടു മുമ്പ് നമ്മൾ കേട്ടു. നമ്മുടെ പുസ്തകവുമായി പ്രസിദ്ധീകരിച്ച, ഇപ്പോൾ പ്രകാശനം നിർവഹിച്ച ആ പുസ്തകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ശുക്ർ, ആ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലെത്തും ഇൻഷാ അല്ലാ. ഏറ്റവും നല്ല പുസ്തകം. ബിസ്മി ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ബിസ്മി പ്രസിദ്ധീകരിച്ച, അത് എൻ്റെ അഭിപ്രായമാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ബിസ്മി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ 100% കാലം അത് ആവശ്യപ്പെടുന്നൊരു പുസ്തകം, 100% കാലം ആവശ്യപ്പെടുന്ന പുസ്തകമാണ് ഈ പുസ്തകം എന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും കൈകളിൽ ഇൻഷാ അല്ലാ ആ പുസ്തകം എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് മനസ്സിരുത്തി വായിച്ച് പാഠം ഉൾക്കൊള്ളണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا
ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.